മരുതീര, നിങ്ങളുടെ മീശയൊക്കെ അങ്ങ് വളർന്ന ആളാകെ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ. നിനക്കും മീശ മുളച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് മാറ്റമില്ലെന്നാണോ? കവിത എഴുതിയതുപോലെയുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കൊത്തിയെടുത്ത ശിലയാണ് നീ. അതിനേക്കാൾ നല്ല ചേല. ഇപ്പൊ ഇവിടെ ഒരു കൊല നടക്കും. എന്നാ വിട്ടേക്ക്. നാട്ടിലെന്താ വിശേഷം? എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും മറുതിയിലും വേതാളത്തിന്റെ കാലിൽ വീണ് കെഞ്ചി കരഞ്ഞ് നമ്മുടെ വൈരനെല്ലൂർ ഗ്രാമം രക്ഷിച്ചില്ലേ? കാലേ വീണ് കരഞ്ഞു രക്ഷിച്ചെന്നോ? അയ്യോ, അബദ്ധമായ. വൈരനെല്ലൂർ പെണ്ണാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. കോടങ്കി, അങ്ങനെയൊന്നും പറഞ്ഞ അങ്ങോട്ടും മനസ്സിലാവില്ല. എന്ത് മനസ്സിലായില്ലെന്ന്? നമ്മുടെ നാട്ടിൽ മീശയുള്ള ആണുങ്ങൾ ആരുമില്ലേ? എടാ മറുതീര, ഈ കുതിര വണ്ടി ഇടത്തോട്ട് വളച്ചോടിക്ക്. നമുക്ക് ഈ പണി വേണ്ട, പോയേക്കാം. ഓടിച്ചെന്ന് അവരുടെ കാലെ വീഴുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇങ്ങനെ ആലോചിക്കാതെ, രക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ ആലോചിക്കാം. അത് കലക്കി. അടിച്ചാടിയിൽ നീ ഒരാടല്ല, പുലിയാണെന്ന് മാർക്ക് മനസ്സിലായി. എന്റെ അമ്മോ, നിന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. എന്തൊരു അടി അടിച്ചത്. ഇന്നലെ പിന്നെ എന്തിനാ അയാളുടെ കാലെ വീണേ? പവിഴമല്ലിക്ക് വേണ്ടി ഒരു പട തന്നെ നേരിട്ട് വന്നാലും എല്ലാത്തിനും അടിച്ചു കൊന്നുകളയും ഞാൻ. പക്ഷെ ഒരു പാവപ്പെട്ട ഗ്രാമം നമ്മളെ ഓർത്തിരിക്കുമ്പോ കുറച്ച് നമ്മൾ ഒതുങ്ങുന്നല്ലേ നല്ലത്. ധീരതയുടെ മറുവശം സമാധാനമാണ്. ആ സമാധാനം കഴിവില്ലാത്തതെന്ന് കരുതിയാ ഞാൻ എന്താ ചെയ്യുന്നത്? അത് പിന്നെ വൈരനെല്ലൂർ പെണ്ണാണെന്നും പറഞ്ഞ് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീശ വെച്ച ആണുങ്ങൾ അവിടെയും ഉണ്ട്. വണ്ടി മറക്കാൻ തുടങ്ങി. താരകെ, നിന്നെ വിശ്വസിച്ചാ ഞങ്ങളോട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചറപറാന്ന് ചെയ്തോണം. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാ. സുഖാണോ? സുഖായിരിക്കുന്നമ്മേ. അച്ഛാ, അമ്മേ, വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചു. മരുതീരനമ്മേ ഞങ്ങളെ രക്ഷിച്ചത്. വളരെ നന്ദിയുണ്ട് മരുതീര. അതെന്റെ കടമയാണ്. വാ വാ,
എന്താ മോനെ എന്താ? ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മോനെ? നിങ്ങൾ ഏർപ്പാട് ചെയ്ത വേതാളങ്ങൾ യഥാർത്ഥ വേതാളങ്ങളെക്കാളും തകർത്ത് കളഞ്ഞില്ലേ? അങ്ങനെ പറ. എന്തൊരു അഭിനയം, എന്തൊരു തുടിപ്പ്, എന്തൊരു ബുദ്ധി, എന്തൊരു ശൈലിയാണ്. മറുതീര, നിന്റെ മെയ്വഴക്കം കണ്ട് കൊഴഞ്ഞു വീണ് പവിഴമല്ലിക്ക് നിന്നോട് ഇഷ്ടം തോന്നിക്കാണുമല്ലേ? എല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വേതാളങ്ങൾ വീണ്ടും അയക്കാന്നേ. അല്ല, അടുത്ത പരിപാടി എന്താ? എന്താ? ഉത്തരപൂജ. അങ്ങുന്നേ അങ്ങുന്നേ. എന്തോ ഈ കാട്ടിലുള്ള ഗുഹ ആടിയായി മിണ്ടിയൊക്കെ ചെയ്യുന്നത്? മച്ചക്കുടൻ ഒരു ആമയായിരുന്നു. ആളിനെ വിളിച്ചതേ ആമ ഇറങ്ങി വന്നേക്കുന്നു. എത്ര വലുതാ! നമസ്കാരമുണ്ടേ. അങ്ങുന്നേ, ഞാൻ കൊർക്കേ ന്യൂട്ടന്റെ മകൾ ഗാമ. ഇദ്ദേഹം മറുധീരൻ. ഇവർക്കൊരു പ്രശ്നമുണ്ട്. അങ്ങൊന്ന് നീ മാത്രം എന്റെ മുമ്പിൽ വന്നു നിൽക്കൂ. പാറ ഉരുട്ടുക, പാത തുറക്കും. പാറ ഉരുട്ടു, പാത തുറക്കും. പേരുമാറ്റൂ, ശക്തി ലഭിക്കും. അത് മറക്കാതിരിക്കാനൊന്ന് വേഗം എഴുത്. എഴുതിക്കോ, വേഗം എഴുത്. ശരി, വേഗം എടുക്കടാ. യൗവനം കിടക്കയിൽ കോട്ട നമുക്ക്. കോട്ട നമുക്ക്. കോട്ട നമുക്ക്. നെരുപ്പോട് താണ്ടി നെരിപ്പോട് തനിച്ചു പോ. തനിച്ചു പോവാനാ പറയുന്നേ, എന്നെ വിളിച്ചേക്കരുത്. സൂര്യൻ മറയ്ക്കും, ദണ്ടുടയ്ക്കൂ. സൂര്യൻ മറയ്ക്കൂ, ദണ്ടുടയ്ക്കൂ. ഇതെല്ലാം നീ ശരിയായി ചെയ്താൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇതൊക്കെ എവിടെ ചെന്നെത്തോ എന്തോ. കഥ കടച്ചു കളഞ്ഞല്ലോ. ഇതിലും നല്ലതാ മൂപ്പിന്ന് കഥ തുറക്കാതിരുന്നാ മതിയായിരുന്നു. കൊടങ്കി, എന്തോ? മണ്ടന്മാർ ഒരുപാട് സംസാരിക്കും, ഓ, അർത്ഥം കുറവായിരിക്കും. ഓഹോ. വിവരമുള്ളവർ കുറച്ച് സംസാരിക്കും, അർത്ഥം ഒരുപാടുണ്ടായിരിക്കും. കൈയെടുക്ക. കുറച്ച് സംസാരിച്ചോട്ടെ, പക്ഷെ ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാതെ പ്രാന്തമാരെ പോലെ ആരെങ്കിലും സംസാരിക്കുമോ? അവന്റെ ചാണത്താല് മുഴുവനും ആമത്തുപ്പി നാശമാക്കി. നാക്ക് ശരിയല്ലേ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ, ഇപ്പോഴാ ചേട്ടൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കരടി കാർക്കിച്ചു തുപ്പിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാ ഒരാമ ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയത് നേരിട്ട് കാണുന്നത്. ഇന്നാ വാങ്ങിച്ചോളൂ. ഒരു കഷ്ണം മതി, ഒരു ദിവസത്തേക്ക് മതിയാവും. അല്ല, ആൽഫ ബീറ്റ ഗാമയുടെ? ഗാമ സോമന്റെ അടുത്ത് ഇപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നിങ്ങളോ? ഞാനും കഴിച്ചു. ഞാൻ കണ്ടതിൽ വെച്ച് ഈ മഹാലോകത്ത് നിങ്ങളുടെ ഈ മിഴിയഴക് വേറൊരു സ്ത്രീക്കുമില്ല. അവർ ഇതിനു വേണ്ടി എന്തോന്നിരിക്കുന്നത് അവളോട് പറയാൻ? എന്നിട്ട് അവളെ കണ്ണിലോട്ട് നോക്കി കവിതയും. അയ്യോ, എന്തിനാ കരയുന്നേ? ഈ സൗന്ദര്യം കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം രണ്ടായി പിളർന്നുപോയി. അതെ ഗാമ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സോമ, കാമ, സോമ, കാമ. ഇനി ഉമ്മ കൊടുക്കാത്തന്റെ കുഴപ്പം കൂടെ ഉള്ളു. അതിനു കൂടെയുള്ള യോഗ്യത നിനക്കില്ലല്ലോ, മിണ്ടാതിരിക്കും. പകുതി പാലവേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകുമെന്ന് പറ. കണ്ടാ നരകത്തിൽ പോകുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പോകും? നിങ്ങൾ പറയുന്നതിനും തെറ്റൊന്നുമില്ല.
ബാക്കി പാലം കെട്ടി കഴിയുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും. ഞാനൊന്ന് പറയട്ടെ, ശൂരൻ നമ്മളെ പൊക്കിക്കൊണ്ടു പോയാലോ? മൂതി നമുക്ക് പോകാം. അവരെ ആരാ പൊക്കിക്കൊണ്ടുവരുന്നത്? കാല് തെറ്റി വീണാൽ കർമ്മം ചെയ്യാൻ പോലും വസ്തു കിട്ടില്ല. പേടിപ്പിക്കാൻ വേണ്ടി കൂടെ വരുമോ അല്ലേ? പാറ ഉരുട്ടു പാത തുറക്കും, പാറ ഉരുട്ടു പാത തുറക്കും. കുഴി ചാടിക്കാനുള്ള പരിപാടിയാണോ? പാറ ഉരുട്ടു പാത തുറക്കും. എവിടെ പാറ? ഇതെന്താ നവഗ്രഹങ്ങളെ ചുറ്റുന്ന പോലെ ചുറ്റുന്നേ? ഇവന്റെ കറക്കം കണ്ടിട്ട് എന്റെ തല കറങ്ങുന്നല്ലോ. എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഈ കല്ലെടുത്തോണ്ട് പോയി ആ കുഴിയിൽ ഇടണം. അങ്ങനെ തന്നെ. മരുത സൂക്ഷിച്ച്. പൊക്കി. ബലെ ബലെ. കാലിലിടരുത്. താഴെ തന്നെ. അങ്ങനെ ഇതെന്താ ഭൂമി മൊത്തം കുലുങ്ങുന്ന പോലെ ഉണ്ടല്ലോ. വന്നല്ലോ. എന്താ ഇത്? പാലം പാലം പാലം. ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കടാ, ചെങ്കലത്തി പുകയില്ല. മറുതീര, ഇത് വഴി കാണിക്കുന്ന അപൂർവമായ ഇലയാ. കാമ പുസ്തകം എടുക്ക്. ആ എടുക്ക്. ആ അതെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇല കൊണ്ട് പി പി ഉണ്ടാക്കി ഊതിയാ കാറ്റ് വരുവോ? ഞാൻ വല്ല വിളിച്ചു പറയുവേ. പി പി ഉണ്ടാക്കി ഊതിയാൽ പച്ചത്തവള നമുക്കൊന്ന് വഴി കാണിച്ചു തരുമെന്നേ. അതെ, തലവനല്ലേ വഴി കാണിക്കേണ്ടത്. തവള എങ്ങനെയാ വഴി കാണിക്കുന്നേ? ശരിക്കുള്ള വഴി തലവൻ കാട്ടിയാലെന്താ, തവള കാട്ടിയാലെന്താ? ഇങ്ങനാണോ ഊത്തൂതുന്നത്? ദോ അവിടെ പച്ചത്തവള ഊതിയപ്പോഴത്തേക്ക് വേഗം വന്നല്ലോ. കേട്ട് കേട്ട് കേട്ട്. മറുതീര, ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ തവളയോട് വഴി ചോദിക്ക്. വേതാളക്കോട്ടയിലേക്ക് എങ്ങനെയാ പോവണ്ടേ? മറുതീരാ, തവളെ ഓടിക്കല്ലേ. എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ദാ നോക്ക്, പച്ചത്തവള മുന്നിൽ വരും. അവന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം കഴിയാത്ത ഏകപത്നി വ്രതമുള്ള ഒരുത്തൻ വന്ന് വഴി ചോദിച്ച് ആ തവളയുടെ പുറം നോക്കി അമർത്തിക്കൊണ്ട് നക്കിയാൽ നക്കണോ? വഴി കാണിക്കും. അത്രേ ഉള്ളു. ഇവൻ എന്തിനാ ഊത്തന്റെ നേരെ നോക്കി ഊതുന്നേ? താരകയുടെ കൂടെ കൊഞ്ചി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ തവളയുടെ മുതുകത്ത് നക്കണം പോലോ. താമസിപ്പിക്കാതെ അങ്ങോട്ട് നക്കിയേട്ടാ. ഒന്ന് നക്കുന്നേ. ഒന്ന് വേഗം നക്ക്. ഒന്ന് ചുമ്മാ ഇരടാ. എന്തുവാടാ ഇത്? അമ്പലത്തിൽ നിന്ന് തരുന്ന പാൽപ്പായസോ നക്കി നക്കി കുടിക്കാൻ? പാമ്പ് തിന്നുന്ന തവളയാടാ. പാമ്പൊന്നും ദേഷ്യപ്പെടില്ല. ഒന്ന് നക്ക്. നക്ക് ചേട്ടാ നക്ക്. പച്ചത്തവളെ, വേതാള വഴി എവിടെ? ഇതെന്താ ഇങ്ങോട്ട് നോക്കി കാണിക്കുന്നേ? ആഹാ, ആ ദിശയിലേക്കാണോ? പച്ചത്തവള കലക്കി.
ഇതിലല്ലേ ശക്തി മരുന്നുള്ളത്. ഇതെടുക്കാതെ എങ്ങോട്ടാ പോകുന്നേ? ആരാണ് നിങ്ങള്? നീയാരാ? രാജകുമാരി എന്താ ഇവിടെ? രാജകുമാരി? പറയൂ. നിങ്ങളാരാ? നിങ്ങളുടെ രാജകുമാരിയെ പുലി ഓടിക്കുന്ന സമയത്ത് പുളിങ്കുരു പെറുക്കാൻ വേണ്ടി പോയതാണോ? അയ്യോ, അത് സേനാധിപതിയാ. ഇദ്ദേഹമാണ് എന്നെ കരിമ്പുലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ വേതാളക്കോട്ടയുടെ സേനാധിപതി ജലതരംഗൻ. ഈ ജലതരംഗൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. നീയാരാ? ഞങ്ങൾ ഹിമാലയ താഴ്വരയിലുള്ള കാങ്കരി ദേശത്തുനിന്ന് വരുന്ന വേതാളങ്ങളാ. കണ്ടില്ലേ, കണ്ണെല്ലാം
ഞാൻ ആ ദേശത്തിലെ മൂലിക രാജകുമാരനാണ്. പൊതുവെ ഞാൻ പുലിയെ കൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പുളിക്കുരു കൊണ്ടല്ല, സത്യമായ പുലിപ്പാല് കൊണ്ട്. ഈ ജലതരംഗന് പുലി മരുന്നോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വേതാളക്കോട്ടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാ കൊണ്ടുവന്നേ. ഇനി ഈ പുലിമരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മാത്രം നോക്കിയാലും. അപ്പോൾ നിന്നെ ഞാൻ തന്നെ കോട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകണം. നിങ്ങൾ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിലും ഞാൻ അവിടെ എത്തും. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ഭാണ്ഡത്തിലുള്ളത് ഔഷധച്ചെടികളും അതിന്റെ വേരുകളുമാ. ഒരു സിദ്ധനെന്തിനാണ് ആയുധം? വാളുറയിലിടൂ.